നല്ലൊരു വിഷയമാണ്. ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് ഈ സബ്ജക്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളത്തില് സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. രണ്ട് ഇങ്ങനെ സത്സംഗിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല. എൻ്റെ സീഡ്ലിംഗ് എന്ന പുസ്തകം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതില് എനർജിയെക്കുറിച്ചും എനർജിയുടെ ഡിഫറെന്റ് കൺസെപ്റ്റുകളെ കുറിച്ചും ഒക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. സാധാരണ ചക്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുള്ളത് 7 ചക്രങ്ങളുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ ഷഡ്ചക്രങ്ങളാണ് സാധാരണ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ചക്രങ്ങൾ എന്നാണ് പറയാറ്. ഷഡ്ചക്രം എന്ന് പറഞ്ഞാൽ 6 വരള്ളൂ, 7 വരില്ല. അപ്പൊ 6 പറയാം, 7 പറയാം. അതിന്റെ ന്യായങ്ങള് നമ്മൾ വിസ്തരിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ. ചോദ്യം വളരെ സ്പെസിഫിക് ആയിരുന്നു. ചക്രങ്ങളെക്കുറിച്ചും കുണ്ടലിനിയെ കുറിച്ചുമാണ്. ചക്രങ്ങൾ 7 പറയാം, 6 പറയാം. അപ്പൊ ഭാരതീയ പാരമ്പര്യത്തില് ഈ ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, കുണ്ടലിനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വേദങ്ങളിൽ എവിടെയില്ല. ഉപനിഷത്തുകളിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവത്ഗീതയിലും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് ജനങ്ങള് വളരെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ചില സ്വാമിമാരുടെ വായെന്ന് വന്നിട്ടുള്ളതാണ്. അവരൊന്നും ആചാര്യന്മാരായിട്ടുള്ള പൗരാണിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങളല്ല. അതുകൊണ്ട് തന്നെ ചക്രനിരൂപണങ്ങളും, എൻ്റെ ഒരു ബുക്കുണ്ട്, ദശമഹാവിദ്യ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചക്രങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ ദേവീ സങ്കല്പത്തിനും ശക്തിയുമായിട്ടുള്ള ബന്ധവും ശരീരത്തിൽ ഓരോ ചക്രങ്ങൾക്കുമുള്ള പ്രാധാന്യവും അത് ഏതൊക്കെ തരത്തിലാണ് അതിനെ ഉത്തേജിപ്പിക്കാൻ പറ്റുക, നമുക്ക് അനുയോജ്യമാക്കാൻ പറ്റുക, ഏതൊക്കെ ബീജമന്ത്രങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ ധ്യാനങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ ജോമെട്രികളാണ് വേണ്ടത്, ഇതിനൊക്കെ കുറിച്ചൊക്കെ നന്നായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. ഇപ്പൊ ധ്യാനത്തിന്റെ ഒരവസ്ഥയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ എനർജി നല്ലപോലെ ഹയർ ഗ്രേഡിലേക്ക് കൊണ്ടുപോകാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളെയാണ് ചക്രങ്ങൾ എന്ന് പറയാം. ചക്രം എന്ന് പറഞ്ഞാൽ വീല് തന്നെ. പല തരത്തിലും അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ചംക്രമണമുള്ളതാണ്, മാറ്റം ഉള്ളതാണ്, ഡൈനാമിക് ആണ്, ഗ്രോയിങ് ആണ്. ചക്രം തിരിക്കുമ്പോൾ സാധാരണ അതിന്റെ വ്യാപ്തി കൂടും. മുന്നോട്ട് നയിക്കുന്നതെയാണ് നാഡി എന്ന് പറയാം. നീങ്ങാൻ പറ്റുന്നതിനെയാണ് നാഡി എന്ന വാക്ക് തന്നെ അങ്ങനെയാണ് ശരീരത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ നാഡികളുടെ കേന്ദ്രങ്ങൾ എന്ന അർത്ഥത്തിലും ചക്രങ്ങളെ കുറിച്ച് പറയും. 72,000 നാഡികളോളം ശരീരത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 72ന്റെയും എനർജികൾ പഠിക്കേണ്ട കാര്യമില്ല. അവ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നാഡികളെ കുറിച്ചാണ് പറയാം. ഇത് മോഡേൺ ശാസ്ത്രത്തിൽ എങ്ങനെയാണെന്നുള്ളൊരു കമ്പാരിസണും പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, സമയം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം പോലെ. അപ്പൊ ഇതില് ഷഡ്ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പൂർണ്ണാനന്ദ സ്വാമിയും, എൻ്റെ അടുത്തുള്ള ലൈബ്രറിയിലുള്ള എൻ്റെ ബുക്ക് എന്ന് പറയുന്നത് ഹഠയോഗ പ്രദീപികയിലും ഒക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹഠയോഗ പ്രദീപികയാണ് ഹഠ യോഗ പ്രദീപിക അല്ലെങ്കിൽ ഹഠ യോഗ പ്രദീപിക. ഒരു 15ാം നൂറ്റാണ്ട് കാലത്തിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ 500 കൊല്ലേ ആയിട്ടുള്ളൂ ഈ കുണ്ടലിനിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും കുണ്ടലിനിയാണ് വേണ്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിനുള്ള ഒരു ശ്രമവും ആരും നടത്തരുത് എന്നാണ് അതിന് ഉത്തരം.
ഏത് ദേവീ ദേവന്മാരെയും നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല ധ്യാനങ്ങളിൽ നമുക്ക് കിട്ടുന്ന ശക്തിയുടെ പരമോന്നതിയിലെത്താൻ സാധിച്ചാൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമാധി, മെഡിറ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സമാധി, സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്ന ആ ഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് കുണ്ടലിനി ഉണർത്തുക, എവൈക്കനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അതിനായിട്ട് ശ്രമിക്കുന്നത് അബദ്ധമാണ്, നമ്പർ 1. അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരുടെയൊക്കെ പിന്നാലെ നടക്കുന്നത് അതിനേക്കാളും അബദ്ധമാണ്. കാരണം സമാധി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ആരുടെ പിന്നാലെയും പോയി കിട്ടേണ്ടതല്ല, സെൽഫായിട്ട് കിട്ടേണ്ടതാണ്. അതിന് ആസനങ്ങൾ സഹായിക്കാം, പ്രാണായാമം സഹായിക്കാം, മുദ്രകൾ സഹായിക്കാം, ഭക്ഷണം സഹായിക്കാം, സത്സംഗം സഹായിക്കാം, ഒരു ഗുരുവിനും സഹായിക്കാം. പക്ഷെ അതിനായിട്ട് തപ്പിപ്പോണ്ട കാര്യമില്ല, അത് എത്തിപ്പെടുമ്പോൾ എത്തിപ്പെടേണ്ടതാണ്. ഇനി അത് നിങ്ങൾക്ക് കിട്ടിയോ എനിക്ക് കിട്ടിയോ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാനും സാധിക്കില്ല. അങ്ങനെ ഒരു മെഷർ വെച്ചിട്ട് പടം എടുത്തിട്ട് കാണാൻ പറ്റുന്ന സംഭവം അല്ല അത്. ഇനി എന്താണ് കുണ്ടലിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായിട്ട് പിന്നെ പറയാം. അപ്പൊ അത് എങ്ങനെയാണ് കുണ്ടലിനി ഉണരുന്നത്, അതാണ് ചോദ്യം. അതുകൊണ്ടാണ് അത് പറയുന്നത്. എങ്ങനെയാണ് അത് ഉണരുന്നത്? അത് സ്വാഭാവികമായിട്ട്, നാച്ചുറലായിട്ട്, വളരെ സിമ്പിളായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അറിയണമെന്നില്ല എന്നർത്ഥം. വലിയ ചുമടെടുക്കുന്ന ഒരു പണിയൊന്നുമില്ല. അത് ആത്മീയപരമായിട്ടുള്ളൊരു പരിണാമമാണ്, സാവധാനം എത്തിപ്പെടേണ്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാ ചക്രങ്ങളിലും നമ്മുടെ എനർജി സോഴ്സുകളിലൊക്കെ ആവശ്യത്തിനുള്ള ശക്തി വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു മാറ്റം, അത് ദേവി ദേവതാ സങ്കല്പങ്ങളിലൂടെയാണ് ഉണ്ടാവേണ്ടതും ഭക്തിയിലൂടെയാണ് ഉണ്ടാവേണ്ടതും. അതല്ലാതെ ആർക്കെങ്കിലും ചാവി കൊടുത്തിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ആവാം വേദത്തിലും ഉപനിഷത്തിലും ഒന്നും ഇതിന്റെ മാർഗങ്ങളൊന്നും കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്ടിരുന്നത്. അപ്പോ ഭഗവത്ഗീതയിൽ പോലും പറഞ്ഞിട്ടില്ല പ്രാണൻ, അപാനൻ, ഉപാനൻ, ധ്യാനം, ആത്മനിയന്ത്രണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണങ്ങളുടെ ഗതി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ചക്രങ്ങളെക്കുറിച്ചും കുണ്ടലിനിയെക്കുറിച്ചും ബീജമന്ത്രങ്ങളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും താന്ത്രികമായിട്ടുള്ള വിദ്യകൾ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ താന്ത്രികമായിട്ടുള്ള ശാസ്ത്രമാണ്. അതുകൊണ്ട് താന്ത്രികമായിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കയറി കളിക്കേണ്ട ഒരു വിഷയമല്ല എന്നർത്ഥം. അത് വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, ചിലപ്പോൾ അപകടകാരിയാവും എന്നുള്ളത് കൊണ്ട്. അപ്പൊ നമ്മുടെ മോഡേൺ ശാസ്ത്രത്തില് നമുക്ക് കുറേ വികാരങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങൾ സാധാരണ മോഡേൺ സയൻസിൽ പഠിക്കാറുണ്ട്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, അല്ലെങ്കിൽ ബോഡിയുടെ റിതം എന്ന് പറയുന്നത്, തൈറോയിഡ് മെറ്റബോളിസത്തിനെ കുറിച്ചുള്ളത്, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള തൈമസ് എന്ന് പറയുന്നത്, അഡ്രിനാളിൻ അസിഡിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്, ടെൻഷൻ വരുമ്പോൾ കൂടുന്നത്, പാൻക്രിയാസ് ബ്ലഡിലെ ഷുഗറും, അപ്പൊ അത് സംബന്ധമായിട്ടുള്ള കുറെ വികാരങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ജെനറ്റിക്കൽ ഓർഗൻസ്, അത് ഓവറി ആയാലും ടെസ്റ്റിസ് ആയാലും അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വികാര വിചാര സന്ധികളും അവ നിർമ്മിക്കുന്ന ഹോർമോണുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സയൻസിൽ പറയുന്നത് പോലെ തന്നെ സയൻസിൽ മിക്കവാറും എനർജിയെക്കുറിച്ചോ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചോ ഒന്നും പറയാത്തത് കൊണ്ട് ഇത് ഒരു സ്യൂഡോ സയൻസ് ആയിട്ടും, സയൻസിൽ അത്ര എളുപ്പം ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്ത കുറച്ച് സീക്രട്ട് ആയിട്ടുള്ളൊരു സയൻസാണ് തന്ത്രം എന്ന് പറയുന്നത് പോലെ ഇസോട്രിക് എന്നാ പറയാം.
എന്നുവെച്ചാൽ ആർക്കും മനസ്സിലാവില്ല, ഒരു കുറച്ചും കൂടി ഇൻറ്റ്യൂഷണലായിട്ട് മാത്രം കിട്ടുന്നൊരു നോളജാണെന്ന് പറയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ മെഡുല ഒബ്ലാങ്കട്ട, സെറിബ്രം, സെറിബെല്ലം അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിചാര ചിന്തകളെ കുറിച്ചൊക്കെയുള്ള പഠനമാണെന്നും മാസ്റ്റർ ഗ്രന്ഥി എന്ന് പറയുന്ന പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പേശികളുടെയൊക്കെ കൺട്രോളുകളുള്ള, അതുപോലെ തന്നെ ഹോർമോണുകൾ നമ്മുടെ വൃക്കയെയും സാധാരണഗതിയിലുള്ള മാതൃത്വം, ബന്ധം, സ്നേഹം എന്ന് പറയുന്ന അഡ്രിനാലിൻ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള കുറെ ഗ്രന്ഥികൾ നമുക്ക് അനുഭവത്തിൽ വേദ്യമാകുന്ന സ്നേഹം വരുമ്പോൾ മക്കളെ കാണുന്ന സമയത്ത് ഓരോരാൾക്കും ഓരോ തരത്തിലുള്ള ഹോർമോണുകളെ അല്ലെങ്കിൽ ശരീരത്തിന്റെ കെമിസ്ട്രി മാറ്റാനുള്ള കഴിവുകളുണ്ട്. വളരെ പലർക്കുമുള്ള അനുഭവമാണ്. ഇപ്പം മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് തൈറോയിഡിനെ കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തു. അതും ഒക്കെ ബയോ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ശരീരത്തിന്റെ കെമിസ്ട്രിയും ചിന്തകളും മാനസികമായിട്ടുള്ള വിഷമങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എനർജി എന്ന് പറയുന്നതും വികാരം എന്ന് പറയുന്നത്, ഫീലിംഗ് എന്ന് പറയുന്നത് ഒക്കെ ശരീരത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ ശരീരത്തിൽ എവിടെയോ എന്തോ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് സയൻസും സമ്മതിക്കും. പക്ഷെ അത് എവിടെയാന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഫിസിക്കലായിട്ട് എക്സ്പെരിമെന്റലായിട്ട് കാണിക്കാൻ പറ്റുന്നത് മാത്രം സയൻസ് ആവുന്നത് കൊണ്ട് ഇത് സയൻസ് അല്ല എന്ന് പലരും അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ പ്രാബല്യത്തിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ആയാലും തൈറോയിഡ് ആയാലും അഡ്രിനാൽ ആയാലും പാൻക്രിയാസ് ആയാലും ഇത്തരം ഗ്രന്ഥികളൊക്കെ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയും അത് അനുഭവവേദ്യമാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മെഡിസിനൽ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എനർജൈസ് ചെയ്യുക. അതുകൊണ്ടാണ് പലപ്പോഴും ഭാരതീയ സംസ്കാര പ്രകാരം നമ്മൾ കൊടുക്കുന്ന കുറെ പ്രിസ്ക്രിപ്ഷൻസ്, ഭാരതീയ പാരമ്പര്യത്തിൽ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻസിൽ അനുഷ്ഠാനങ്ങൾ ഭാഗമാണ്. അനുഷ്ഠാനം എന്ന് പറയുന്നത് ഞാൻ തന്നെ തീരുമാനിക്കുന്ന, എൻ്റെ ഭഗവതി സങ്കല്പത്തിൽ എങ്ങനെ സേവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്ന എൻ്റെ മാർഗങ്ങളെ അനുഷ്ഠാനം എന്ന് പറയാം. അനുഷ്ഠിക്കുക എന്നുള്ള വാക്കിന് അതാണ് അർത്ഥം. ഇപ്പം വളരെ മോഡേൺ സയൻസിൽ പറയുന്ന ടെസ്ല പോലും, ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ടെസ്ലനെ നമുക്കറിയാം. അവര് പോലും പലപ്പോഴും പ്രാണനും ക്രിയേറ്റീവായിട്ടുള്ള ഫോഴ്സുകളെ കുറിച്ചും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആകാശം എന്ന് പറയുന്ന, സ്പേസ് എന്ന് പറയുന്ന, മനസ്സ് എന്ന് പറയുന്ന പ്രൈമറി സബ്സ്റ്റൻസ് മാത്രമല്ല, എന്തോ ഒന്ന് ഒരു കൺസെപ്റ്റ് ഇതിനകത്തുണ്ട് എന്നൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. അത് മോഡേൺ സയൻസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ പൾസിനെ കുറിച്ചും ഫ്രീക്വൻസിയെ കുറിച്ചും വൈബ്രേഷൻസിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഭാഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നതൊക്കെ ബ്രെയിനിൽ നടക്കുന്ന സംഭവങ്ങളാണെന്ന്, ആ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്നത് അഡ്രിനാലിൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും നമ്മളൊക്കെ സൈക്കോളജി പഠിക്കുമ്പോൾ പഠിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. മൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറിട്ടോണിൻ എന്ന് പറയുന്ന സംഭവങ്ങൾ, ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായ ഡോപ്പാമിൻ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം, നല്ലപോലെ തമാശയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചിരിക്കാനൊക്കെ കഴിവുണ്ടാവുന്ന ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് തമാശ പറയുമ്പോൾ നമുക്ക് ചിരി വരുന്നത്. ഇതൊക്കെ ബയോ കെമിസ്ട്രിയാണ്. ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് കാണുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ചുറ്റും അനുഭവവേദ്യമായ സംഭവങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാം. ഒരു മിനിറ്റ്.
അപ്പൊ ഇത് മോഡേൺ സയൻസിലും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് കുണ്ടലിനിയും ഇതുമായിട്ടുള്ള ബന്ധമെന്ന് അറിയുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. നമുക്ക് ഇട, പിങ്കള, സുഷുമ്ന എന്നൊക്കെ പറഞ്ഞ നാഡീവ്യൂഹങ്ങളുടെയും ഊർജത്തിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ സയൻസിൽ പഠിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോ ഇട എന്ന് പറയുന്നത് ചന്ദ്രനാഡി എന്ന് പറയുന്ന തരത്തില് ഒരു ശരീരത്തിന്റെ ഒരു സർപ്പത്തിന്റെ കണ്ണ് പോലെയാണ് നമ്മൾ ഭാരതീയ സങ്കല്പത്തിലൊക്കെ പറയാം. അതിങ്ങനെ ചുറ്റി ശരീരത്തിന്റെ താഴത്തേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന മുകളിലൊരു സർപ്പത്തിന്റെ പോലെയുള്ള ഒരു പത്തിയൊക്കെയുള്ള ഒരു സങ്കല്പത്തിലാണ്. അങ്ങനെ രണ്ട് സർപ്പങ്ങളാണ്, ഇടയും പിങ്കളയും. അത് സുഷുമ്ന എന്ന് പറയുന്ന നാഡികളുടെയൊക്കെ, നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിനെ പെണഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സംഭവം. അതാണ് നമ്മൾ മെഡിക്കൽ സിമ്പലായിട്ടൊക്കെ കാണാറുള്ളത്, ഈ രണ്ട് സർപ്പങ്ങളുടെ ഇട, പിങ്കള. അതാണ് നമ്മുടെ ഊർജത്തിന്റെ സ്രോതസ് എന്ന് മോഡേൺ സയൻസും അംഗീകരിച്ചത് കൊണ്ടാണ് മെഡിക്കൽ സയൻസിന്റെയോ മെഡിക്കൽ കോളേജിന്റെയൊക്കെ സിമ്പലായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇടത് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് ഇങ്ങനെ ചക്രങ്ങളിലൂടെ താഴത്തേക്ക് പോകും, മറ്റേത് വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ ചക്രങ്ങളിലൂടെ താഴത്തേക്ക് പോകും. ഇടയും പിങ്കളയും ഈ സുഷുമ്നയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതൊക്കെ ജോയിൻ ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റിലുള്ള ഒരു കെട്ടിപ്പണഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതാണ് മൂലാധാരത്തിൽ എന്ന് പറയുന്ന എനർജിയിൽ കുണ്ടലിനി എന്ന് പറയുന്ന, അതാണ് ഊർജവാഹിനി എന്ന് പറയുന്നത്. അവിടെയാണ് ഉള്ളിലേക്ക് ശക്തി കൊടുക്കുന്ന. അവിടുന്നാണ് അതിന് ദേവീ സങ്കല്പത്തിന്റെയൊക്കെ ഭഗവതിയുടെയൊക്കെ നല്ല കൃപയുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആക്കാൻ സാധിക്കും. അപ്പൊ മിക്കവാറും അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജാതകത്തിൽ രാഹുവിന് കുഴപ്പമുണ്ടാവും എന്നൊക്കെ പറയാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോണുകളിൽ നിന്ന് ഇതിനെ നോക്കിക്കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മുടെ DNA-യും നമ്മുടെ ഹെലിക്സ്, നമ്മുടെ ഓരോ രൂപങ്ങളും ഉണ്ടാക്കാനും നമ്മളെ ചിന്തകളെ വളർത്താനും ഉത്തേജിപ്പിക്കാനും, പ്രഭ എന്ന് പറയുന്ന നമ്മുടെ മുഖത്ത് കാണുന്ന സമയത്തൊക്കെ നല്ല പ്രഭയുണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ എവിടെയെങ്കിലൊക്കെ കുറച്ച് പാച്ച് വർക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും, അതുപോലെ തന്നെ സൂക്ഷ്മതലത്തിൽ എനർജിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് മൂഡ് പോകുന്നതും അനാവശ്യമായ അസുഖങ്ങൾ വരുന്നതും. ഇത് ബാലൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കാത്തതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഷഡ്ചക്രങ്ങളും ആത്മീയതയിലേക്ക് ഉയരുന്ന സമയത്ത് ഏഴാമത്തെ ചക്രം ആത്മീയമായിട്ടുള്ള തലത്തിലെത്താവുന്ന ഒരു ലെവലിലേക്കും എന്ന് നമ്മൾ പറയാം. അങ്ങനെയാണ് 7 ചക്രങ്ങളും ഫിസിക്കലായിട്ടുള്ള ശരീരത്തിന്റെ അകത്തിരിക്കുന്ന. പിന്നെ സഹസ്രാര ചക്രം എന്ന് പറഞ്ഞാൽ ഒരു എൻലൈറ്റൻമെന്റ് വരുമ്പോൾ മാത്രം പലരിലും പ്രത്യക്ഷപ്പെടാറുള്ളതാണ് എന്നൊക്കെ പറയാം. അപ്പൊ ഈ നാഡികളുമായിട്ട് ഇതിന് വല്ലാണ്ട് ബന്ധമുണ്ട്. നാഡികളുടെ എണ്ണം നമുക്കറിയാം. ഒന്ന് ഇട എന്ന് പറയുന്നത് ചന്ദ്രനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സാധാരണഗതിയിൽ ഹൊറോസ്കോപ്പിൽ പറയാം. അത് സ്വഭാവത്തിന്റെ ഇടത്ത് ഭാഗത്ത് നിന്ന് വരുന്ന ഇടയായതുകൊണ്ട് ഇട എന്നുള്ള വാക്കും, പിങ്കള എന്ന് പറയുന്ന വലത്ത് ഭാഗത്തുള്ളത് സൂര്യന്റെ ഒരു തേജസ്സാണ് കാണിക്കുക. അത് ജീവനാണ്, ചൂടാണ്, നൈർമല്യമല്ല, ശരീരത്തിന്റെ പുഷ്ടിയാണ് കാണിക്കുക. സുഷുമ്ന എന്ന് പറയുന്നത് കുണ്ടലിനി വഴി കടന്നു പോകുന്നുണ്ട്, ആത്മബോധം ഉണ്ടാക്കുന്ന ഒരു സങ്കല്പമാണ്. അത് സെൻട്രലാണ്, സ്ട്രെയിറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരച്ചുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ കാണണം. അതൊക്കെ വളരെ, എൻ്റെ സീഡ്ലിംഗ് എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. ഇപ്പോ ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ ശരീരങ്ങളുണ്ട്. അത് പഞ്ചകോശം എന്നാണ് സാധാരണ പറയുക. പക്ഷെ പഞ്ചകോശം മാത്രമല്ല, പഞ്ചകോശത്തിന് പുറത്തും ഒരു ആസ്ട്രൽ ബോഡി, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഉള്ളിലും ഇഷ്ടം പോലെ പുറത്തും ഇഷ്ടം പോലെ സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നൊക്കെയാണ് അതിന് പറയാം. അപ്പൊ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ആസ്ട്രൽ ബോഡിയാണ്. അത് മാനസികമായ ബുദ്ധിയുടെയും നമ്മുടെ പ്രാണനും ഒന്നും കാണാൻ പറ്റില്ലല്ലോ, കാണാൻ പറ്റാത്ത തരത്തിലുള്ള സൂക്ഷ്മ ശരീരങ്ങളാണ്. അത് നിദ്രയിലും ധ്യാനത്തിലും മരണത്തിന് ശേഷം യാത്ര പോകുന്ന സമയത്ത് അർജുന പ്രാണൻ എന്ന് പറയുന്ന പ്രാണൻ
സ്വപ്നാവസ്ഥയിൽ ആസ്ട്രൽ ബോഡി പ്രവർത്തിക്കുന്നതാണ് എന്നും കിടന്നുറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള പഞ്ചകോശങ്ങൾക്കൊക്കെ ചിലപ്പോൾ റെസ്റ്റ് ഉണ്ടാവും. കാരണം മനോബുദ്ധി അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത്. ഇപ്പോ കാഷ്വൽ ബോഡി, കാരണ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അന്ധത, ഒരു ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ചില അന്ധതകളുണ്ട്. ജന്മങ്ങൾ കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ടും ഒരു ജനറേഷൻ നിന്ന് അടുത്ത ജനറേഷൻസിലേക്ക് ഇതുണ്ടാവാൻ എന്താ കാരണം എന്ന് ആലോചിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട് എന്നും, അത് വിദ്യ. ഞാൻ പണ്ട് 2002 അങ്ങാണ്ട് ആദ്യം ഹൈദരാബാദിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിൽ കൊടുത്തൊരു ലെക്ചർ വിദ്യ അവിദ്യ എന്ന് പറയുന്നതാണ്. അപ്പൊ അവിദ്യയുടെ അവതരണമാണ് എന്നൊക്കെയാണ് കാരണശരീരത്തെ കുറിച്ച് പറയാം. അപ്പൊ ആത്മാവിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനും നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെയുള്ളതാണ് ഈ പഞ്ചകോശം എന്ന് പറയുന്നത്. അത് തൈത്തരീയ ഉപനിഷത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ടൊക്കെ ഉള്ളൂ. അപ്പൊ അതില് അന്നമയ കോശം, പ്രാണമയ കോശം, മനോന്മയ കോശം, വിജ്ഞാനമയ കോശം, അതെല്ലായിടത്തും ഇപ്പൊ പഞ്ചശുദ്ധി സപ്തശുദ്ധി പറയുന്ന സമയത്തും പ്രാണമയ, മനോന്മയ, വിജ്ഞാനമയ, ആനന്ദമയ കോശം മേ ശുദ്ധ്യന്താം ഇങ്ങനെയൊക്കെയാണ് പാടുക, ചൊല്ലുക. അപ്പൊ അത് ശ്വാസത്തിലും പ്രാണനിലും ഒക്കെ ഊർജം ഉണ്ടാക്കാനും അതിനെ ഉത്തേജിപ്പിക്കാനും മനസ്സിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനും വിജ്ഞാനം ഉണ്ടാക്കാനും ബുദ്ധി ഉണ്ടാക്കാനും ഒക്കെ. അപ്പൊ ഈ കോശങ്ങളൊക്കെ നമ്മുടെ ഓരോ അവസ്ഥയിലും വ്യത്യസ്തമായിട്ട്, ഇത് സെപ്പറേറ്റ് അല്ല. ഇട, പിങ്കള, സുഷുമ്ന എന്ന് പറയുന്ന അത് കടന്നു പോകുന്നത് ഈ കോശങ്ങളുടെയൊക്കെ ഉള്ളിലൂടെയും ഇടയ്ക്കും ഒക്കെ ആയതുകൊണ്ട് പഞ്ചകോശങ്ങളെ കുണ്ടലിനിയുടെ യോഗം പറയുന്ന സമയത്തും സന്തോഷം, ശുദ്ധം, സപ്തശുദ്ധി എന്നൊക്കെ പറഞ്ഞ പോലെ ആ ശുദ്ധിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഇതിനൊക്കെ ഒരു പ്രാണശക്തി കിട്ടുക. അപ്പൊ പ്രാണശക്തി എന്ന് പറയുന്നത് വൈറ്റൽ എനർജി എന്ന് പറയുന്നത് ശരീരത്തിന് വേണം, മനസ്സിന് വേണം, ബുദ്ധിക്ക് വേണം, എൻ്റെ സമൂഹത്തിന് വേണം, എൻ്റെ ശരീരത്തിലെ എല്ലാ ഊർജങ്ങളും നന്നാവണം. അത് ശ്വാസോച്ഛ്വാസത്തിനെ തന്നെ പ്രാണനായിട്ട് കാണാം. അപാനൻ, ഉപാനൻ, സമാനൻ, വ്യാനൻ, ഇത്തരം ഓരോ അവസ്ഥകളെ കുറിച്ചും പറയും. അത് ഭഗവത്ഗീതയിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഉത്തരഗീതയിലും ഓരോ ശ്വാസങ്ങളെ കുറിച്ചും അതിന് എത്ര സമയം വേണം, അപ്പൊ പ്രാണായാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് യോഗശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുണ്ടലിനി അല്ലെങ്കിൽ ചക്ര എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയാത്തതെന്ന് വിചാരിച്ചാല് ഈ ആധുനിക ലോകത്ത് പലതും മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് വരുന്ന ചില വാക്കുകൾ പണ്ട് കാലത്ത് കുറേ കാലം തപസ്സിലൂടെയും കുറേ കാലത്തെ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ വരേണ്ടത് ഇപ്പൊ ഗുളികകളായിട്ട് വിൽക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അതല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ് കൊണ്ടും 6 മാസത്തെ കോഴ്സ് കൊണ്ടും യോഗാചാര്യനാവാനോ 6 മാസത്തെ സൈക്കോതെറാപ്പി പഠിച്ച് സൈക്കോളജിസ്റ്റ് ആവാനോ എല്ലാവരുടെ അസുഖങ്ങൾ മാറ്റാനും റെഡിയാണ്. പക്ഷെ അവനവന്റെ അസുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ കുറെ കാണാം. അവർക്കോ സൈക്കോളജിക്കലിയും മെന്റലിയും അപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ഭക്തിയൊക്കെ ഉണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലും തെണ്ടി നടക്കും, എന്നിട്ട് തലവേദനയും വയറുവേദനയും ശ്വാസം മുട്ടും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ വിഘടിതമായിട്ടുള്ള ചിത്രങ്ങളാണ്. കാരണം നമ്മൾ പഠനം ശരിക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ചക്രങ്ങളെ കുറിച്ചും കുണ്ടലിനിയെ കുറിച്ച് തിയറട്ടിക്കലായിട്ട് നല്ലപോലെ പഠിക്കണം. അത് പഠിക്കുമ്പോൾ മനസ്സിലാവും ഇതല്ല നമ്മൾ അറിയേണ്ടത്, അതിനേക്കാളും ഏറ്റവും സ്ഥായി ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അനുഭവിക്കേണ്ടതാണ് എന്നറിയപ്പെടും. അപ്പോൾ നീന്തൽ പഠിക്കാൻ വെള്ളത്തിൽ ഇറങ്ങുന്നത് പോലെ, അതല്ലാതെ നമ്മൾ തിയറട്ടിക്കലായിട്ട് നീന്തം പഠിക്കുന്നത് പോലെ ഇനി അറിയാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഇരുന്നിട്ട് നീന്തം പഠിച്ചോ അല്ലെങ്കിൽ ടയറ് ശരീരത്തിൽ വെച്ചിട്ട് നീന്തിയാലോ നന്നാവില്ല, അതിനൊരു സുഖം ഉണ്ടാവില്ല. അതല്ല നീന്തം എന്നറിയുന്നത് പോലെ ആരെങ്കിലും നമ്മളെ നയിക്കപ്പെടേണ്ടതല്ല, നമ്മൾ അറിയാതെ സ്വാഭാവികമായിട്ട് എത്തിപ്പെടേണ്ടതാണെന്നുള്ളതുകൊണ്ടാണ് ഭാരതീയ ശാസ്ത്രങ്ങളിൽ ഇതൊന്നും പണ്ട് പറയാതിരുന്നത്.
ഇപ്പോൾ മൂലാധാരം മുതൽ സഹസ്രാര ചക്രം വരെയുള്ള ഓരോ ചക്രങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്ഥായിയായ തത്വങ്ങളെക്കുറിച്ചും മാനസികമായിട്ടുള്ള സ്ഥിതികളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയണം. ആ ചക്രങ്ങൾ അറിയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് കുണ്ടലിനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറട്ടിക്കലായിട്ട് പഠിച്ചതുകൊണ്ട് ഉണ്ടാവില്ല. അതിന് നല്ല സത്സംഗവും നല്ല നിഷ്ഠയും പ്രാണശക്തി നമ്മുടെ ശരീരത്തിൽ ഒഴുകുമ്പോൾ പൂർണ്ണമായിട്ടും ഊർജം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വേണമെങ്കിൽ ശരീരത്തിന് ഒരു അസ്വസ്ഥതയും ഉണ്ടാവരുത് എന്നർത്ഥം. തലവേദനയോ കാലുവേദനയോ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ചിലപ്പോൾ വരാം. പക്ഷെ അതൊന്നും സ്ഥിരമായിട്ട് ഒന്ന് കഴിഞ്ഞ് ഒന്ന് അവസാനം ഇത്തരം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ശരീരത്തിനുണ്ടെങ്കിലും മനസ്സിൽ ഫലിക്കാതിരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് ഇതുണ്ടാവുക. ശരീരത്തിനുണ്ടാവും കുറേ തരത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങും ചിലപ്പം. പക്ഷെ അതൊന്നും നമ്മുടെ മനസ്സിനെ ഒരു തരത്തിലും പ്രതിബിംബം കൊടുക്കാതെ ചന്ദ്രശക്തി എന്ന് പറയുന്ന 3 നാഡികൾ, അത് ശീതപ്രകൃതിയായി വളരെ ലൈറ്റായിട്ട് എടുക്കാൻ കഴിയുന്ന, ഇതൊന്നും കുഴപ്പമില്ല എനിക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊക്കെ പതുക്കെ നമുക്ക് കിട്ടുന്ന ഒരു കഴിവാണ് ഈ കുണ്ടലിനി ഉയർത്താന്ന് പറയുന്നത്. അപ്പോ 72,000 നാഡികൾ ഹഠയോഗ പ്രതിപികയിൽ അങ്ങനെയാ പറയുന്നത്. ഈ നാഡികളെയൊക്കെ കൃത്യമായിട്ടും അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ കൃത്യമായിട്ട് സാധ്യതയുള്ള സമയത്താണ് നമുക്ക് എനർജി ഉണ്ടെന്ന് പറയാൻ പറ്റുക. അപ്പൊ അത്തരം ആ എനർജികളൊക്കെ അതിൻ്റെ അൾട്ടിമേറ്റ് ലെവലിലേക്ക് എത്തുമ്പോഴാണ് ദിവ്യശക്തി എന്ന് പറയുന്ന കുണ്ടലിനി വരേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളൊന്നും ബാധകമല്ലാത്ത, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ബാധകമല്ലാത്ത അവസ്ഥയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 72,000 നാഡികളും കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടെന്ന് അർത്ഥം. അത് എല്ലാ ദിവസവും അങ്ങനെ ആവാൻ സാധിക്കണം. അതുകൊണ്ട് ശാസ്ത്രീയമായ പരിശീലനം, ഒരു ഗുരുവിൻ്റെ മേൽനോട്ടം, ധ്യാനം, പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്വാസ്ഥ്യമാണ്. ആദ്യം സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ അസുഖമൊന്നും ഇല്ലാത്ത അവസ്ഥ. അസുഖം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ശരീരത്തിന് കുഴപ്പമില്ല എന്നല്ല, ശരീരത്തിന് കുഴപ്പമുണ്ടാവും, പക്ഷെ സുഖം തന്നെയാണ് അപ്പോഴും. യു ആർ ഇൻ ഈസ്, ഡിസ് ഈസ് ഇല്ല, ഇൽനെസ് ഉണ്ട് എന്നർത്ഥം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. ഇൽനെസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പ്രശ്നം, ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന തോന്നൽ. അതില്ലാത്തൊരവസ്ഥയിൽ, ഡിസീസ് ഇല്ലാത്ത അവസ്ഥയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പൊ അതൊരു ട്രാൻസ്ഫർമേഷനാണ്, ജീവിതത്തിന്റെ മാറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വാക്കുപയോഗിച്ചത്. ജീവിതത്തെ മാറ്റാൻ സാധിക്കുന്ന ചക്രങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കുണ്ടലിനി ശക്തി അല്ലെങ്കിൽ ചക്രശക്തി, ആത്മശക്തി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരു ജാഗ്രത് അവസ്ഥയിലിരിക്കാൻ സാധിക്കുന്ന അർത്ഥം. അത് ചക്രങ്ങൾക്കപ്പുറത്താണ്, കേന്ദ്രങ്ങൾക്കപ്പുറത്താണ്, ശരീരത്തിനപ്പുറത്താണ്, ഒരു ആത്മീയമായിട്ടുള്ള വികാസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ വായിച്ച പാഠങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ശരീരത്തിനുണ്ടായാലും ഞാൻ എൻ്റെ ആക്ടിവിറ്റി ഒക്കെ നടത്തുന്നത്. പക്ഷെ അത് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സ് വല്ലാണ്ട് വിഷമിക്കുകയും അതുകൊണ്ട് ശരീരത്തിന് വയ്യായിക വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ പാത്ത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ പൊടികൾ പെട്ടെന്ന് കാണുന്നത് പോലെ നല്ല ഒരു ആത്മീയ പുരുഷന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വലുതായിട്ട് കാണും. അതുകൊണ്ടാണ് പല മഹർഷിമാരും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോകുന്നതും പെട്ടെന്ന് തന്നെ അടിച്ചു പോകുന്നു. അതേ അസുഖമുള്ള പലരും രക്ഷപ്പെട്ടു പോകും. അവർക്ക് രക്ഷപ്പെട്ടു പോകുന്നു വെച്ചാൽ മരിക്കാതെ ജീവിച്ചുകൊണ്ടിരുന്നോളൂ എന്നർത്ഥം. മറ്റവരൊക്കെ മരിച്ച് രക്ഷപ്പെട്ടു പോകും. ഇപ്പം മൂലാധാര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ കുണ്ടലിനി ശക്തിയുടെ അടിസ്ഥാനമാണ്. ചക്രങ്ങളെ കുറിച്ച് പറയാം, അടിസ്ഥാനം അത് തന്നെയാണ്. മൂലാധാരം എന്ന് പറഞ്ഞാൽ, മൂലം എന്ന് പറഞ്ഞാൽ സോഴ്സ് എന്നർത്ഥം. അത് സോഴ്സ് ഭൂമി തന്നെയാണ്. അപ്പൊ എല്ലാ പഞ്ചഭൂതങ്ങളും അടങ്ങിയിരിക്കുന്ന ആധാരമായിട്ടുള്ളത്, മൂലം ആധാരമായിട്ടുള്ളത്, അപ്പൊ ഭൂമി ആധാരമായിട്ടുള്ളത് ആ ചക്രം. ചക്രം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ മതി. ചക്രം എന്ന് പറഞ്ഞാൽ വീലല്ല, കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലാണ്, സെന്റർ എന്നുള്ള അർത്ഥത്തിലാണ്.
അപ്പോൾ അതില് നമ്മുടെ സുരക്ഷ, നമ്മുടെ റോട്ടി കപ്പട മക്ക എന്നൊക്കെ പറയുന്ന ബേസിക് ആവശ്യങ്ങൾ, ഇതൊക്കെ ഭൂമിയിലാണ്. അപ്പൊ നമ്മുടെ ആശ്രയം, നമ്മളെ നിലനിൽപ്പ്, ഇതൊക്കെ അവിടെ ഉണ്ടാവും. അത് ബ്ലോക്ക് ആയാൽ ഭക്ഷണം കിട്ടാത്ത സമയത്ത് ഉണ്ടാവുന്ന ഭയം, ആക്സിഡന്റ് ഉണ്ടാവുന്ന ഭയം, നമുക്കുണ്ടാവുന്ന ആശങ്ക, വിഷമങ്ങള്, ഇതൊക്കെ നടക്കും. അപ്പൊ എങ്ങനെയാ അത് ശുദ്ധമാക്കുക? അതിന് പല മന്ത്രങ്ങളും ന്യായങ്ങളും ഒക്കെ പറയാറുണ്ട്. ഏറ്റവും നന്നായിട്ട് ശുദ്ധമാക്കാൻ പറ്റുന്ന അഗ്നി ആണ് എല്ലാത്തിൻ്റെയും ശുദ്ധീകരണം എന്ന് പറയാറുണ്ട്. പക്ഷെ മണ്ണും ഒന്നും ശുദ്ധമാക്കാൻ നമ്മൾ അതല്ല ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ തർപ്പണം ചെയ്തിട്ട് വെള്ളം ഭൂമിയിലേക്ക് ഒഴിക്കുന്നത് ഒരു അനുഷ്ഠാനമാണ്. ഇപ്പൊ ഭൂമി ക്ലീൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ പൂജ ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ ഭൂമിയിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ ഭൂമി ശുദ്ധമാക്കുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലം ക്ലീൻ ചെയ്താൽ വെള്ളം തെളിക്കുന്നത്. അപ്പൊ വെള്ളത്തോടെ കൊണ്ട് തെളിയിപ്പിക്കാം, അതുപോലെ അഗ്നി കൊണ്ട് തെളിയിപ്പിക്കാം. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഇരിക്കുന്ന വാസ സ്ഥലം ക്ലീൻ ആവണം എന്നർത്ഥം. അത് അത്യാവശ്യമായിട്ട്. പിന്നെയുള്ളത് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ എന്താ പറയാ എനിക്കറിയില്ല, അത് നാഭിയുടെ ഭാഗത്താണ് സ്വാധിഷ്ഠാന ചക്രം. അപ്പൊ അത് സൃഷ്ടിയുടെയും ഇഷ്ടങ്ങളുടെയും ബന്ധത്തിന്റെയും ആനന്ദത്തിന്റെയും ജലത്തിന്റെയും ക്രിയാത്മകത, കലാസൃഷ്ടി, ജപം എന്നൊക്കെ പറയുന്നത് ഈ കേന്ദ്രത്തിലാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇതാണ് സെന്റർ. അപ്പൊ അതിന് സ്വാധിഷ്ഠാനം എന്നാ പറയാം. സ്വാദുണ്ട്, ഇഷ്ടമുണ്ട്, അതാണ് സ്വാധിഷ്ഠാനം. അങ്ങനെ കരുതിയാൽ മതി. പിന്നെ മണിപൂരകം എന്നാണ്, സോളാർ പ്ലക്സസ് എന്ന് പറയുന്ന നമ്മുടെ നെഞ്ചിന്റെ സെന്ററിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ശിവലിംഗ രൂപത്തില് ആത്മാവിരിക്കുന്നത് എന്നാണ്. അതിന്റെ താഴെ, നേരെ താഴെ നാഭി, അതാണ് കേന്ദ്രം. പൊക്കിൾക്കൊടി എന്ന് പറയുന്നത് സോളാർ പ്ലക്സസിന്റെ താഴെ മണിപൂരകം എന്ന് പറയുന്ന, അവ അഗ്നിയുടെ സ്ഥാനം. അതുകൊണ്ടാണ് വിശക്കുമ്പോ മണിപൂരകത്തിലാണ് നമുക്ക് അഗ്നി ഉണ്ടാവുക. അവിടെയാണ് ആരോഗ്യം. അതുകൊണ്ടാണ് ഈ കുംഫുവും കരാട്ടയൊക്കെ അടിക്കുന്ന ആള് അവിടെ നിന്നാണ് എനർജി എടുക്കുക. അനാഹതം എന്ന് പറയുന്നതാണ് ഹാർട്ട് ചക്ര. അവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സെന്റർ, ആത്മാവ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ താഴെയാണ് നാഭി. അവിടുന്ന് ഒരു വിരൽ വെച്ച് കഴിഞ്ഞാൽ എത്തുന്ന ദൂരം, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ വിരൽ മുതൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നാഭിയിൽ നിന്ന് ഹാർട്ട് ചക്രയിലേക്ക് എത്തും. അപ്പൊ എവിടെയാണ് ഹാർട്ട് ചക്ര നോക്കാൻ അതാണ് എളുപ്പം. കൈ വടർത്തിയിട്ട് ഈ വിരലും വെച്ച് കഴിഞ്ഞാൽ നാഭിയിൽ നിന്ന് മുകളിലേക്ക് എത്തിയാൽ അതാണ് ഹാർട്ട് ചക്രം. അപ്പൊ അത് രണ്ടും ബന്ധപ്പെട്ടിരിക്കണം. അതിന് അനാഹത ചക്രം, ഹാർട്ട് ചക്രം എന്ന് പറയുന്നത്. അപ്പൊ സോളാർ പ്ലക്സസ് താഴെ, അനാഹതം മുകളിൽ. നെഞ്ചിന്റെ മധ്യത്തില് അവിടെയാണ് വായു. അത് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ദയയുടെയും ദേഷ്യത്തിന്റെയും ഒക്കെ ഒരു കേന്ദ്രമായിട്ട് കാണാൻ പറ്റും. അതിനും നന്നാക്കി എടുക്കാനുള്ള ജപവും അണിയാനുള്ള ചില സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ വിശുദ്ധി എന്ന് പറയുന്ന എയറിന്റെ ത്രോട്ട്, കണ്ഠം, അവിടെയാണ് നമ്മുടെ പ്രകടനങ്ങളൊക്കെ പറയാനുള്ളതും കേൾക്കാനുള്ളതും. അത് പറയിപ്പിക്കുന്നത് ആജ്ഞാചക്രം എന്ന് പറയുന്ന ചക്രം. അപ്പൊ ഇതൊക്കെയാണ് ചക്രങ്ങൾ. അപ്പൊ ഷഡ്ചക്രങ്ങൾ മതി ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളെ ആത്മബോധം ഉണ്ടാവുമ്പോൾ, ആത്മീയതയിലേക്ക് വരുമ്പോൾ, ജപവും ധ്യാനവും ഒക്കെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കൈവല്യാവസ്ഥ എന്നൊക്കെയാണ് ഭഗവത്ഗീതയിലൊക്കെ പറയാം. ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് വേൾഡുമായിട്ട്, നേച്ചറുമായിട്ട്, ഭഗവാനുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സഹസ്രാര ചക്രം വരിക. ഇപ്പൊ ഇത്രയുമാണ് ചക്രങ്ങള്. ആ ചക്രങ്ങളില് എനർജിയുടെ ഒരു പ്രവാഹം, ലൈഫ് ഫോഴ്സ് എനർജിയുടെ സർക്കുലേഷൻ, ഇതൊന്നും വ്യത്യസ്തമാണെങ്കിലും എല്ലാത്തിലും ഒരേ എനർജിയാണ് നമുക്ക് ഫ്ലോ ചെയ്യുക. അതിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് ഇട, പിംഗള, സുഷുമ്ന. അത് ഇതൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രം തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ യോഗയിലെ ജ്ഞാനയോഗ, കുണ്ടലിനി യോഗയെ കുറിച്ചുള്ള പുസ്തകങ്ങളും. ശിവാനന്ദ സ്വാമിയൊക്കെയാണ് കുണ്ടലിനി യോഗയെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ ആദ്യം എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ഹഠയോഗ പ്രദീപിക സ്വാത്മാരാമന്റെ ആണ് എൻ്റെ കയ്യിലുള്ള പഠനം.
ഇതൊക്കെ അഭ്യാസങ്ങൾ കൊണ്ടും പ്രാണായാമങ്ങൾ കൊണ്ടും ശുദ്ധി വരുത്തിയിട്ടും ബന്ധങ്ങളെ കൊണ്ടും മുദ്രകളെ കൊണ്ടും ധ്യാനങ്ങളെ കൊണ്ടും ജപങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും അനുഷ്ഠാനങ്ങളെ കൊണ്ടും ഭാവനകളെ കൊണ്ടും പഠനങ്ങളെ കൊണ്ടും സത്സംഗങ്ങളെ കൊണ്ടും ജീവിത ശൈലിയെ കൊണ്ടും ഒക്കെ ക്രമമായി ഉണർത്തേണ്ടതാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാത്വികമായിട്ടുള്ള ആചാരങ്ങൾ, ശുദ്ധമായിട്ടുള്ള ആഹാരം, നല്ല യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി, ആ സമാധിയിലേക്ക് എത്തുമ്പോൾ ആയി എന്ന് ധരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് എന്ന് പറയുന്നത്. ഇപ്പൊ ചക്രങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന ജീവിതത്തിന്റെ വളർച്ചയെ, ട്രാൻസ്ഫർമേഷനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കുകയാണ് നല്ലത്. അതിന്റെ പിന്നാലെ അത് വിറ്റ് നടക്കുന്ന സ്വാമിമാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതിന്റെ ആവശ്യം ഇല്ല, അതാവരുത് എന്നാണ് ഭാരതീയ സങ്കല്പം. മിനിമം ഹഠയോഗ പൃഥ്വിക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതൊന്നും വായിക്കാതെ നേരെ ചാടിപ്പോയിട്ട് അര ദിവസം കൊണ്ടും ആഴ്ചകളെ കൊണ്ടും നടത്തുന്ന സംഭവങ്ങളല്ല. പക്ഷെ ഇതിനെക്കുറിച്ച് പഠിക്കാം, തിയറട്ടിക്കലി അറിയണം. പുരാതന ശാസ്ത്രം അല്ലെങ്കിലും ഇപ്പൊ വളരെ ഫേമസ് ആയിട്ട് നടക്കുന്നതാണല്ലോ യോഗയും കുണ്ടലിനിയൊക്കെ. അതുകൊണ്ടായിരിക്കും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ സീഡ്ലിംഗ് എന്ന പുസ്തകവും അതുപോലെ തന്നെ ദശമഹാവിദ്യ എന്ന പുസ്തകവും ഇത് ഒരുവിധം വ്യത്യസ്തമായ ഭാവത്തിലൂടെ ഞാൻ പ്രകടിപ്പിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇത്രയൊക്കെ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഒരു അരമണിക്കൂർ പറയാമെന്ന് വിചാരിച്ച അരമണിക്കൂറായി, 39 മിനിറ്റായി. മതി. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ദേവി മഹാത്മ്യം ഞാനിപ്പോ അടുത്ത് ചോദിച്ചപ്പം ഒരാൾ അങ്ങനെ നമ്മള് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ വായിക്കാൻ പാടില്ല, അതുണ്ടോ? ശരിയാണ്? അതും ഈ കുണ്ടലിനിയും ചക്രവും ഒക്കെ ആയിട്ടുള്ള ബന്ധമുള്ളതാണോ? ആണ്, ആണ് എല്ലാം. കാരണം ശക്തിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത്, ദേവിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് വായിക്കുന്നതിന് ഒരു കുറ്റവുമില്ല. കാരണം പണ്ട് കാലത്ത്, ഇപ്പോഴൊക്കെ സപ്താഹം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നതാണല്ലോ സപ്താഹം. പണ്ട് ദേവിയെ കുറിച്ചുള്ളതാണ്. നമ്മൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇപ്പം കൃഷ്ണ ഭാഗവതം മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. പക്ഷെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത് ദേവി ഭാഗവതമാണ്. അപ്പൊ വീടുകളിൽ സ്ഥിരമായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മളൊക്കെ ദേവി ഭക്തന്മാരായിട്ട് മാത്രം ഇരുന്ന കാലത്ത്, കൃഷ്ണന് മാർക്കറ്റിംഗ് കുറച്ച് കുറഞ്ഞ കാലത്ത്, ഇപ്പം കൃഷ്ണനാണല്ലോ മാർക്കറ്റ്. കാരണം എളുപ്പം പഠിക്കാൻ പറ്റുന്ന വിദ്യയാണ് ചിന്മയാസ്വാമി പഠിപ്പിച്ചത്. എളുപ്പം പഠിക്കാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പം ഭാരതീയ ശാസ്ത്രത്തിൽ ഏതാണ് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ കഥയാണ്. ആ കഥയാണ് ഭാഗവതം. പക്ഷെ ദേവി ഭാഗവതം അത്ര എളുപ്പമല്ല. അതുപോലെ ഭഗവത്ഗീതയാണ് ഏറ്റവും എളുപ്പം. അതിനേക്കാളും കട്ടിയാണ് അദ്വൈതങ്ങൾ പഠിക്കുക, ശങ്കരന്റെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും വായിക്കാം. വായിക്കുന്നതിന് എന്താ കുഴപ്പം? മാതൃമ്മ മധുകയുടെ ഭക്തി മഹിഷ പ്രാണാമഹാരുദ്യമേ ഏലാതും മൃദും പ്രലോചനപതേഹേ ചണ്ണംനാർദിനി നിശേഷീകൃതരക്തബീജനിത്യത്. ഇതൊന്നും അർത്ഥവും അറിയില്ല, കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വാക്കുകളാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ചെറുപ്പത്തിൽ അമ്മ പഠിപ്പിച്ചതാണ്. ദേവി ഭാഗവതത്തിന്റെ, ദേവി മഹാത്മ്യത്തിന്റെ ധ്യാന ശ്ലോകമാണ്. അതാണെന്ന് അറിഞ്ഞിട്ടല്ല പഠിച്ചത്. 40 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് അതാണെന്ന് മനസ്സിലായത്. അത് ബൈഹാർട്ടായിട്ട് കുറേ സ്പെല്ലിങ് തിരുത്താൻ എനിക്ക് പറ്റൂല. ഇന്ന് തെറ്റാണെന്ന് അറിഞ്ഞാലും അതേ പറ്റുള്ളൂ. കാരണം ചെറുപ്പത്തിൽ ഓരോ ദിവസവും ഇത് ചൊല്ലിക്കൂട്ടിയാലേ ഭക്ഷണം കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ചൊല്ലി പഠിച്ചതാണ്. പിന്നെ എങ്ങനെ തിരുത്താൻ പറ്റും? അപ്പൊ എല്ലാവരും ചൊല്ലിയിട്ടുള്ള സാധനം ഇപ്പൊ ചെല്ലാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഈ ബോധമില്ലാത്തതുകൊണ്ടാണ്. കാരണം പലപ്പോഴും അങ്ങനെയാണല്ലോ, ഞാൻ മാർക്കറ്റ് ചെയ്യുന്നതേ ഇടാവൂ, മറ്റേത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരില്ലേ. എല്ലാ ഭഗവാന്മാരും നിങ്ങൾക്കാരാണോ ഇഷ്ടം അവരെ. ഭഗവാൻ കൃഷ്ണൻ പോലും അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, നിങ്ങൾ എവിടെ പോയിട്ട് വെള്ളം ഒഴിച്ചാലും എൻ്റെ അടുത്തേക്ക് എത്തും എന്ന് പറഞ്ഞതുപോലെ ഇതിന് വലിയ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇതെന്ത് ചെയ്താലും ഞാൻ പറഞ്ഞു, ദേവി ദേവ സങ്കല്പങ്ങളിൽ ഏത് ഭഗവാൻ ഭഗവതിയുടെ പിന്നാലെ നിങ്ങൾ പോയാലും
അതിൻ്റെയൊക്കെ അവസാനം ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് സമാധി. അവിടേക്ക് എത്തിപ്പെടുമ്പോൾ ചിലപ്പോൾ തുറക്കുന്നതാണ് കുണ്ടലിനി, ചിലപ്പോൾ എത്തിപ്പെടുന്നതാണ് സമാധി. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമല്ല, അറിയാണ്ട് എത്തിപ്പെടുന്നതാണ്. മക്കളെ സ്നേഹിക്കുന്നത് അമ്മ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റുമോ? സ്നേഹിക്കേണ്ട കടമയുള്ളതുകൊണ്ട് ചെയ്യുന്നു. അതുപോലെ അതിൽ സന്തോഷം അതിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്, സെക്കൻഡ് പാർട്ടായിട്ട് സപ്ലിമെന്ററി ആയിട്ട് വരേണ്ട കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ആരും ചെയ്യാറില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയില്ല. ചില സമയത്ത് എനിക്ക് ബോഡിയുടെ ബാക്ക് സൈഡിലായിട്ട് എനിക്കൊരു സെൻസേഷൻ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എനർജി ബ്ലോക്ക് എന്നൊക്കെ ഞാൻ അതിന് കേട്ടിട്ടുണ്ട്. എനിക്ക് അത്ര ഡീപ്പായിട്ടൊന്നും അറിയില്ല. പക്ഷെ അത് കുറച്ച് നാളായി. അത് ഫിസിക്കലായിട്ടൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നമുക്കിപ്പോ ക്യൂർ ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പല വേദനകളും കുറച്ച് സമയം ഉണ്ടാവും, കുറച്ച് സമയം ഉണ്ടാവില്ല, കുറച്ച് ഉണ്ടായിപ്പോവില്ല. അത് ഇന്നതാണോ എന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ പറയാം? നിങ്ങൾ ഏത് അസുഖമായിട്ട് കണ്ണിന്റെ ഡോക്ടറെ അടുത്ത് പോയാൽ കണ്ണിന്റെ അസുഖം കൊണ്ടാണ് ബാക്കി എല്ലാ പ്രോബ്ലം എന്ന് പറയും. തലവേദനയുള്ള ഒരാൾ കണ്ണിന്റെ ഡോക്ടറെ അടുത്ത് പോയാൽ എന്താ പറയാ? അയാൾ കണ്ണിന് എന്തെങ്കിലും കണ്ണട വെച്ചിട്ടേ പറഞ്ഞേക്കുള്ളൂ. അതേസമയത്ത് പിന്നെ ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയാലോ അയാൾ മൂക്കിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ബെൻഡ് കണ്ടുപിടിക്കും. അയാൾക്ക് അറിയുന്നല്ലേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് വൈദ്യന്റെ അടുത്ത് പോയാലോ ഇത് രണ്ടും അല്ലല്ലോ പറയാം, എണ്ണ മാറ്റി തേച്ചാൽ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ എല്ലാ വേദനകളും ഇതാണ് എന്നൊന്നും കാറ്റഗറൈസ് ചെയ്യേണ്ട കാര്യമില്ല. പല കാരണങ്ങളും ഉണ്ടാവാം. ഇത് ഞാൻ മുമ്പ് ഇങ്ങനെ ചിന്തിച്ചിട്ട് കുറച്ച് കേട്ടിരുന്നത് വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഒരു ഡിറ്റർമിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അതുണ്ടാവും. ഫിസിക്കൽ ആവാം, ഇമോഷണൽ ആവാം, എനർജി ലെവലിലുള്ള പ്രോബ്ലംസ് ആണ് എല്ലാ പ്രോബ്ലംസും. ഇപ്പൊ എന്റെ ശരീരത്തിൽ എനിക്ക് കാല് വേദന എന്ന് പറയുന്നത് രക്തം നന്നായിട്ട് ഓട്ടം ഇല്ലാണ്ടാണെന്ന് പറയാം. നമ്മൾ സാധാരണ കർപ്പൂരാതി തൈലോട്ടിട്ട് നല്ലോണം പെരട്ടാൻ പറഞ്ഞാൽ രക്തം ഓടിക്കഴിഞ്ഞാൽ റെഡിയാവും. ഇപ്പൊ എന്തുകൊണ്ടാണ് അതിങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശരീര മനസ്സോ യോഗ, ശരീരവും മനസ്സും ബന്ധപ്പെട്ടിരിക്കണു, ശരീരം നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും കുളിക്കണമെന്നും ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്നും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എണ്ണ പുരട്ടി കുളിക്കണമെന്നും ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ശരീരത്തിന്റെ ഉള്ളിലൊക്കെ എണ്ണ കയറണം. അത് ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലായിടത്തും ചെയ്യേണ്ടതല്ല. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ തണുപ്പ് കാലത്തുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. ചൂടുകാലം ഉള്ള കേരളത്തിൽ ഉപയോഗിക്കുന്ന എണ്ണയല്ല കേരളത്തിന് വെളിയിൽ ഉപയോഗിക്കാം. അത് എവിടെയാണോ എന്താണോ അതേ ചെയ്യാവൂ. അതല്ലാതെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ബാക്കിയുള്ളവരെ കോപ്പി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ സ്ഥലകാല നിബന്ധിതമാണ് എല്ലാ ആചാരങ്ങളും എന്ന് പറയും. അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ ഇവിടെയുള്ള ശീലങ്ങളുള്ള ഒരാൾ വേറെ നാട്ടിൽ പോകുന്ന സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് താൽക്കാലികമായിട്ട് അഡാപ്റ്റേഷൻ, അക്ലമറ്റൈസേഷൻ കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് ആണ്. അത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിന്നും വരില്ല. എല്ലായിടത്തും ഒരേ ക്വാണ്ടിറ്റിയിലല്ല വായുവും അതിലുള്ള ഘടകങ്ങൾ. കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് ഓക്സിജൻ കണ്ടന്റ് കുറയായിരിക്കും. അപ്പോൾ ശ്വാസം മുട്ടുവരും. അതിനെപ്പറ്റി വേവലാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവിടുന്ന് മൂക്കിലും കണ്ണിലും കൈലാസത്തിലൊക്കെ പോകുമ്പോൾ മൂക്കുന്നും കണ്ണുന്നും നഖങ്ങളുടെ ഇടയെന്നും എല്ലാ സുഷിരങ്ങളിൽ നിന്നും ബ്ലഡ് വരും. ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ചെവിയിൽ നിന്നൊക്കെ ബ്ലഡ് വരും. തൊട്ട് നോക്കിയാൽ ബ്ലഡാണ്. എന്താ ചെയ്യുക? അവിടെ എത്തുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അക്ലമറ്റൈസേഷൻ ആവും. പക്ഷെ അതിന് ആ പ്രകൃതിയുമായിട്ട് നമ്മൾ ലയിച്ച് ചേരണം. ഒരു മെന്റൽ ബ്ലോക്കായിട്ട് ഇതെനിക്ക് പറ്റാത്ത സ്ഥലമാണെന്ന് 10 ദിവസം തോന്നിയാൽ കുടുങ്ങി. ശരീരം വയബിൾ ആവില്ല. അക്ലമറ്റൈസേഷൻ ആദ്യം വേണ്ടത് ശരീരം റെഡി ആവണമെങ്കിൽ മനസ്സും കൂടി റെഡി ആവണം എന്നുള്ളതാണ്. ഇതിന് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണോ? അതെ, അതാണ് അക്ലമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ആക്സെപ്റ്റ് ഇറ്റ്, ആക്സെപ്റ്റ് ദാറ്റ് സിറ്റുവേഷൻ. ഇതൊരു സിറ്റുവേഷൻ, എനിക്ക് അറിയില്ല, സിറ്റുവേഷൻ തന്നെ കൊണ്ടായിരിക്കും. ലൈക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ വേറെ എന്തെങ്കിലും ഇപ്പൊ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൊണ്ടായിരിക്കും. അല്ല, എല്ലാം അതുകൊണ്ടല്ലേ. സിറ്റുവേഷൻ എന്ന് പറയുന്നത് മനസ്സല്ലേ. ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്റെ മനസ്സല്ലേ.
ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോ വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇപ്പൊ നമ്മുടെ ഓരോ ലൈഫിൽ ഓരോ കാര്യങ്ങളിൽ ഇപ്പം പഠനം അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ്, മണി, അങ്ങനത്തെ ബ്ലോക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എനർജി ബ്ലോക്സ് മറ്റൊരാൾക്ക് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. മറ്റൊരു സ്ഥലത്തിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെയൊക്കെ ഒരു കുറെ സ്റ്റഡീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് ഞാൻ ഷെയർ ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. നമ്മുടെ ശക്തി അനുസരിച്ചിട്ടാണ് നമ്മളെ വേറൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാം. നമ്മുടെ ഒരാളെ ബാക്കിയുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരിൽ കുറച്ചും കൂടി ശക്തി കുറഞ്ഞവരാകും. എനർജി ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ എന്നാണ്. അപ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആണെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇൻഫ്ലുവൻസ്, അത് സ്നേഹത്തിനും അങ്ങനെ തന്നെയാണ്. ചിലർക്ക് അടുത്തുണ്ടായാലേ സ്നേഹം അനുഭവിക്കാൻ പറ്റുള്ളൂ, കുറെ ദൂരം ഉണ്ടായാലും ചിലർക്ക് പറ്റും. എല്ലാവർക്കും ഒരേ റൂള് ബാധകമല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് അടുത്ത് കാണുമ്പോഴേ സ്നേഹം ഉണ്ടാവുള്ളൂ, ചിലർക്ക് കണ്ടില്ലെങ്കിലും സ്നേഹം ഉണ്ടാവും. ഫിസിക്കലായിട്ടുള്ള അടുപ്പം സ്നേഹത്തിന്റെ മാറ്റുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയല്ല, ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് അങ്ങനെയല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് എനർജിയും ട്രാൻസ്ഫർമേഷനും ഹീലിങ്സും ഒക്കെ എല്ലാവർക്കും ഒരേ ബാധകമായിട്ടുള്ള സംഭവം അല്ലാതെ. അടുപ്പം എന്ന് പറയുന്നത് അടുത്തിരിക്കുന്നതാണ് അടുപ്പം എന്നുള്ള ധാരണ തെറ്റല്ലേ. കുറേ ദൂരം ഉണ്ടായാലും നമുക്ക് ഒരാളെ അയാളെ പോലെ കണ്ടുകൂടെ? എൻ്റെയൊക്കെ ചില സുഹൃത്തുക്കൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടാലും, കുറേ വർഷങ്ങൾക്ക് ശേഷം, എത്രയോ 10-20 വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും ഇന്നലെ കണ്ടതുപോലെ പെരുമാറുന്ന എത്രയോ ജനങ്ങളുണ്ട്. ആ അടുപ്പം ഉണ്ടാവുന്നത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള അടുപ്പല്ല, മനസ്സിലുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അത് അനുഭവിക്കണമെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള ചിന്തകൾ. അപ്പൊ എല്ലാവർക്കും ഒരേ സ്കെയിലല്ല. ചിലർക്ക് സ്കെയില് വ്യത്യാസമുണ്ട്, ചിലർക്ക് സ്കെയില് വലുതായിരിക്കും, ചിലർക്ക് ചെറുതായിരിക്കും. അത്രേ ഉള്ളൂ. എനിബഡി എൽസ്? TPSG ഇപ്പോ കുണ്ടലിനി ചക്രാസ് ഒക്കെ പറഞ്ഞു, അതിൽ എനർജി ഫ്ലോ ആന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് ഇപ്പോ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി ഈസ് ഇറ്റ് റിലേറ്റഡ് ടു എൻഡോക്രൈനോളജി. നമ്മള് പിറ്റ്യൂട്ടറി മുതല് ബാക്കിയുള്ള എല്ലാ ഗ്ലാൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ പൊസിഷൻ വൈസ്. ഇപ്പൊ പറഞ്ഞു നാഭി, ചെസ്റ്റിനടുത്ത്. അപ്പോ ഇത് എന്താ തൈറോയിഡ്, ആ പൊസിഷൻ, അങ്ങനെ എല്ലാം നോക്കുമ്പോ ചക്രാസും നമ്മുടെ എൻഡോക്രൈനോളജി ഗ്ലാൻസും തമ്മിൽ കംപ്ലീറ്റ്ലി കറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ എക്സാമ്പിൾസ് പറഞ്ഞത്. കാരണം എല്ലാവർക്കും ബയോളജി അറിയണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്ടിരുന്നത്. അപ്പൊ ശരിക്കും നമ്മള് ഈ ഓരോ ഗ്ലാൻഡിലുള്ള എന്തെങ്കിലും സെക്രീഷൻസിന്റെ ബുദ്ധിമുട്ടായിരിക്കാം ശരിക്കും ഈ ബ്ലോക്കേജ് എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ, അത് ഫിസിക്കലായിട്ട് വരുന്ന സമയത്ത് മെഡിക്കൽ സയൻസില് പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻസില് മേജർ ആയിട്ടുള്ള മെയിലും ഫീമെയിലും ഒക്കെ തരംതിരിച്ച് നമ്മൾ പഠിക്കുമല്ലോ. ആ പഠിക്കുന്ന അതേ അവസ്ഥയിൽ നമുക്ക് ഈ എനർജിയെ കുറിച്ചും അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ, അതുകൊണ്ടാണ് ബോഡിയുടെ റിതം എന്ന് പറയുന്നത് നമ്മുടെ ആജ്ഞാചക്രം തന്നെയാണ്. അപ്പൊ റിതം എന്ന് പറയുമ്പോൾ ആജ്ഞാചക്രം എന്ന് പറയുന്ന സമയത്ത് പിന്നെ പെറ്റ്യൂട്ടറി ഗ്ലാൻസും മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നതാണല്ലോ, അതും പീനിയൽ ഗ്ലാൻഡും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായിരിക്കും. നമ്മുടെ മെറ്റാബോളിസം എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ. തൈമസ് എന്ന് പറയുന്നിടത്താണ് നമ്മുടെ പിന്നെ ഇത് പറയുന്നത്, സോളാർ പ്ലക്സസ് പറയുന്നതും ഇമ്മ്യൂൺ സിസ്റ്റം പറയുന്നതും ഒക്കെ. ഓരോന്നും ബ്ലഡ് ഷുഗർ, ഇൻസുലിൻ എന്നൊക്കെ പറയുന്നത് പാൻക്രിയാസ് ഒക്കെ പറയുന്ന ഭാഗത്താണ്. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ ടെൻഷന്റെ ഒക്കെ ഭാഗം. ഇതൊക്കെ അതേ സംഭവം തന്നെയാണ്. ഇത് മെഡിക്കൽ സയൻസ് പറയുന്നതിന്റെയോ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മെഡിക്കൽ സയൻസ് പറയുന്നതിന്റെ എത്രയോ കാലം മുമ്പ് ഈ DNA പാറ്റേൺ പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിസിക്കലായിട്ടുള്ള DNA പോലെ തന്നെ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടെന്ന് മെഡിക്കൽ സയൻസിനെ അനുവദിക്കാനോ സമ്മതിക്കാനോ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ഉപനിഷത്തുകളിൽ ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുഷി പശ്യതി, എൻ്റെ സെല്ലിലുള്ള സെല്ലുകൾക്ക് കാണാനുള്ള കഴിവില്ല, പക്ഷെ അത് കണ്ണിലെത്തുമ്പോൾ കാണുന്ന ഒരു പണി നടത്തുന്നത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ആണെന്നുള്ള ധാരണയും ഞാൻ എൻ്റെ മാസ്റ്ററുടെ മുമ്പിലെത്തുമ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആണെന്നുള്ള ധാരണയും എനിക്കുള്ളത് പോലെ
എൻ്റെ ശരീരത്തിലെ ഓരോ സെല്ലുകളും ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെതായ രൂപഭേദം കൊണ്ട് അതിൻ്റെ പ്രവർത്തികൾ അത് ചെയ്യുന്നു. ഒരു വ്യക്തി അച്ഛനാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അച്ഛനാണെന്നുള്ളൊരു വേഷമുണ്ടോ? ഇല്ല. അയാൾ മക്കളുടെ മുമ്പിലെത്തുമ്പോൾ അച്ഛനാണ്, അയാളുടെ അച്ഛൻ്റെ അടുത്തെത്തുമ്പോൾ അയാൾ മകനായി മാറും. അപ്പൊ നമ്മളൊക്കെ ഡിഫറെന്റ് റോളുകളാണ്. ആ റോളുകൾ നമ്മുടെ സെല്ലുകൾക്ക് ഓരോ സ്ഥലത്തിരിക്കുമ്പോഴും എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഊർജത്തിന്റെയും കോൺസെൻട്രേഷന്റെയും ഹബ്ബ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പറയുമല്ലോ. നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഓരോ ഹബ്ബുകൾ പറയും, ഓരോ പിന്നെ ഇതൊക്കെയാണ് സെന്റർ, അവിടെ നിന്നാണ് ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നടക്കുക. നോഡ്സ് എന്നൊക്കെ പറയും മാത്തമാറ്റിക്സിൽ. ആ നോഡൽ പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇപ്പൊ നമ്മുടെ സഹസ്രാരമാണോ ഇതിൽ ഏറ്റവും, ഈ ചക്രാസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് സഹസ്രാരം എന്ന് പറയാൻ പറ്റും? ലൈക്ക് മാസ്റ്റർ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന പോലെ. അത് ഓരോ ആവശ്യങ്ങൾക്ക്. പക്ഷെ അത് മാത്രം ഉണ്ടായാൽ എനിക്ക് പിന്നെ എൻ്റെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റെ ഇഷ്ടങ്ങള്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എല്ലാ ഗ്രന്ഥികൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടല്ലോ. ഡൈജഷൻ കറക്റ്റ് ആയിട്ടില്ലാണ്ട് എൻ്റെ ആജ്ഞാചക്രം മാത്രം നല്ലോണം വർക്ക് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. അപ്പൊ ഏതിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ജീവശക്തി സ്രോതസ് എന്ന് പറയുന്ന എല്ലാത്തിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നതാണെന്നും ഇതൊക്കെ നോർമൽസിയിൽ എത്തുമ്പോഴാണ് നമുക്ക് ഒരു എന്താണ് പറയാം, കൈവല്യാവസ്ഥ എത്തുക എന്ന് പറയാം. ഇത് ഒരു ഇംബാലൻസ് ഇരിക്കുമ്പോൾ കൈവല്യാവസ്ഥയിലേക്ക് ശ്രമിക്കുന്നതോ ഒക്കെ പ്രാക്ടീസിന്റെ കുറവുകളും ഉണ്ടാണ്. അപ്പൊ അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ആദ്യം വേണ്ടത് അതാണ്. നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് ബിൽഡപ്പ് ചെയ്യേണ്ടതാണ് ബാക്കി സംഭവങ്ങളൊക്കെ. അതിനിടയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് പണ്ടൊക്കെ പലർക്കും അത്തരം ഈ ബാച്ചിലർ ലൈഫ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് പണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. പ്രാരബ്ധ കർമ്മം അധികം വരുമല്ലോ, ആഗ്രഹങ്ങൾ കൂടുമ്പോഴും ഇന്നതാവണം അതുപോലെ തന്നെയാണ്. എല്ലാ ആഗ്രഹങ്ങൾ വളരെ കൂടുതലാകുന്ന സമയത്ത് ബ്ലോക്കേജുകളും കൂടും. എവിടെ കാമം കൂടുന്നുണ്ടോ, ആഗ്രഹങ്ങൾ കൂടുന്നുണ്ടോ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ധർമ്മത്തിനെതിരാവും, ബ്ലൈൻഡ് ആവും. അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തെറ്റിപ്പോവും. അതൊക്കെയാണ് പ്രശ്നം. ധാർമ്മികമല്ലാത്ത പാത്തിലൊക്കെ പോകും. അതുകൊണ്ട് ക്ലീൻ ആവണം, ധാർമ്മികമാവണം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. നമസ്തേ. നമസ്തേ. ഞാൻ ഇതുവരെ സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായത്, അതായത് ഇതിൽ ചില ബുക്കുകളിലെല്ലാം കാണുന്നുണ്ടല്ലോ, ഇതിലേക്ക് മന്ത്രങ്ങൾ പറഞ്ഞാലാണ് ഇതിന് പവർ കിട്ടാനുള്ളത്. ഈ മന്ത്രങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ലാന്നാണ് TPSB പറഞ്ഞതെന്ന് മനസ്സിലായത്. അതായത് ഭക്തിയിലൂടെയും മറ്റ് നമ്മളെ യോഗം പോലെ കണ്ടതാണോ ഇത്? എങ്ങനെയാണ് ഇത് കിട്ടുക? അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതാണ്. ജ്ഞാന മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളിത് കുറെ പ്രാവശ്യം വായിക്കുമ്പോൾ ജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ജ്ഞാനം കഴിഞ്ഞിട്ട് അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ ധ്യാനത്തിലേക്ക് എത്തണം. ആ ധ്യാനത്തിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ കർമ്മങ്ങളും കൂടി വേണം. നമ്മളൊക്കെ കർമ്മികളാണ്. കർമ്മികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വിട്ടു നിന്നിട്ട് ഒരാൾ കുണ്ടലിനി എന്ന് പറഞ്ഞ് ഈ മന്ത്രം ചോദിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഭ്രാന്താന്ന് ആണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്ക് കൈവല്യാവസ്ഥ എത്തുകയാണെങ്കിൽ കുണ്ടലിനി വയ്ക്കണ്ടെന്ന് പറയാം. ഇത്രയാണ്. അപ്പൊ എൻ്റെ ധൃതി പിടിച്ചൊരു കാര്യം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാ അത് പറ്റുക? അപ്പൊ ഇത്തരത്തില് കുറേ നമ്മളിപ്പം ചെയ്യുന്ന പലരും മാർക്കറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണ്. പണ്ട് കഞ്ഞി കുടിച്ച് സുഖമായിട്ട് ജീവിച്ചിരുന്ന ഒരാളിപ്പോ നൂഡിൽസ് വിൽക്കാൻ തുടങ്ങിയപ്പോൾ അത് മേടിച്ച് കഴിക്കാൻ തുടങ്ങി എന്നുള്ള പോലെയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് ആരോ വറുത്ത് വെക്കുന്നുണ്ട്, അപ്പൊ അതും കൂടി മേടിക്കാം. ഇതൊന്നും നമുക്ക് വേണ്ടതല്ല. സ്പിരിച്വാലിറ്റി ഇൻ ടാബ്ലറ്റ്സ് കൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 2005 20 വർഷം മുമ്പ് ഞാൻ തൃശ്ശൂർ ഒരു പ്രഭാഷണം നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്. സ്പിരിച്വാലിറ്റി ഈസ് ബീങ് സോൾഡ് എസ് ടാബ്ലറ്റ്സ്. ഗുളിക പോലെ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരുണ്ട്. ഇതൊക്കെ ആത്മീയതയുടെ വ്യത്യസ്തമായ മുഖങ്ങളാണ്. പക്ഷേ അത് ചോദിക്കട്ടെ,
അത് മാഷെ ABC-യിലെ ഒരു ഇതിലുണ്ടായിരുന്നു ഈ ചക്രത്തിനെ കുറിച്ച് ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ 14 ഉപചക്രങ്ങൾ എന്നും പറഞ്ഞു കേട്ടു. അപ്പൊ അത് നമുക്ക് അറിയേണ്ടതാണോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ എത്ര നാഡികളുണ്ടോ അത്രയും ചക്രങ്ങളുടെ ഉപചക്രങ്ങളുടെ ഒക്കെ എണ്ണം പറയാം. ഇപ്പൊ 114 പറയും, 7 പറയും. പണ്ട് ദേവിയുടെ നമ്പർ പറഞ്ഞതുപോലെയാണ്. അത് 3 ആണോ 10 ആണോ 26 ആണോ 52 ആണോ അല്ല എല്ലായിടത്തും വ്യത്യസ്തമായ ദേവികളാണോ എന്ന് പറയുന്നത് പോലെ ഓരോ സെല്ലുകളിലും ഓരോ കേന്ദ്രങ്ങളായിട്ടും കാണാം. കോൺഷ്യസ്നസ്, പ്രാണൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ ഒരു പ്രാണനാണോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാണനാണ്. പ്രാണൻ പോയി എന്നല്ലേ പറയുള്ളൂ. ഒരു പ്രാണൻ പോയി ബാക്കി 9 ബാക്കിയുണ്ടെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമ്മൾ തിയറട്ടിക്കലി പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പഠിക്കുമ്പോൾ 10 പ്രാണൻ പഠിക്കും. ചിലർക്ക് 5 പ്രാണനാണ് പഠിക്കുക. ഇതൊക്കെ വ്യത്യസ്തമായ ലെവലിൽ നമ്മൾ അറിയേണ്ടതാണ്. അതൊക്കെ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ദേശം ഏതാന്ന് ചോദിച്ചാൽ ഭാരതദേശം എന്ന് പറയുന്ന ആളും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ ഞാൻ ഭാരതത്തിൽ നിന്നാണ്, ഇന്ത്യ എന്നാണെന്നാ പറയാം. ഇന്ത്യയിലുള്ള ഒരാളോട് നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്നാന്ന് പറയും. ഉടനെ നമ്മൾ കേരളത്തിൽ നിന്നാണല്ലേ പറയാം. ഞാൻ മലയാളികളോട് ചോദിക്കുന്ന സമയത്ത് എവിടുന്നാന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്നാ പറയാം. ഞാൻ എൻ്റെ ഡിസ്ട്രിക്റ്റ് അല്ലേ പറയാം. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ സ്പെഷ്യലൈസേഷൻ കൂടി പോകുന്ന പോലെ എത്ര ചക്രങ്ങളും നമുക്ക് പറയാം. ഓരോ സെല്ലുകളിലും ഓരോ ചക്രങ്ങൾ, ഓരോ കേന്ദ്രങ്ങളാണ്. ഇത് എനിക്ക് ഈ കുണ്ടലിനി ആയാലും ഇങ്ങനത്തെ ഒരു കുറച്ച് ക്ലാസ്സിൽ ആദ്യമേ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എവിടെയോ ഇങ്ങനെ ചോദിച്ചു. പിന്നെ എനിക്ക് തോന്നി അറിയേണ്ടതാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കും, അല്ലാണ്ട് നമ്മൾ എത്തപ്പെടേണ്ടതാണെങ്കിൽ എത്തിയിരിക്കും. അങ്ങനത്തെ ചിന്ത വന്നപ്പോ അതവിടെ വെച്ചു. കാരണം മാഷ പല ക്ലാസ്സൊന്നും അത് അറിയേണ്ടതാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കും, അല്ലാതെ നമ്മളത് ഒരുപാട് അങ്ങോട്ട് കൊണ്ടാന്ന് തോന്നി. അല്ല, നമ്മളിപ്പം ഞാനും അറിയേണ്ടതാണെന്ന് പറഞ്ഞാൽ അറിഞ്ഞതൊന്നുമല്ല. കുറെ ജനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും, അത് പഠിക്കും. പിന്നെ ഹഠയോഗ പ്രദീപിക നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കുറെ കൊല്ലങ്ങളായിട്ട് പഠിച്ചത്, 10-30 കൊല്ലമായി എൻ്റെ കയ്യിൽ. അപ്പൊ ഉള്ളതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് ഹഠയോഗ പ്രദീപികയാണ്. അപ്പൊ അതിനകത്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പം. നമ്മളെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, കർമ്മശക്തി എന്നൊക്കെ പറയുന്നത് ആ 3 ദേവി, ആ 3 ശക്തിയെയും 3 ദേവിയായിട്ട്, ശക്തി എന്ന് പറയുന്നത് ദേവി സങ്കല്പമാണ്. ആ ദേവിയായാലും ദേവനായാലും ദേവതയായാലും ഒക്കെ ഒന്നാണ്. നമ്മൾ ഈ പേര് ദേവി എന്ന് പറഞ്ഞാലും അതുകൊണ്ടല്ലേ നമ്മൾ അമ്മേ നാരായണ എന്ന് പറയുന്നത്. നാരായണ എന്ന് പറഞ്ഞാൽ ആണാന്ന്, അതുകൊണ്ട് അമ്മേ നാരായണ എന്ന് പറയുന്നത്, നാരായണി എന്ന് പറയുന്നത് പറയാറില്ലല്ലോ. നാരായണനായാലും നാരായണിയായാലും നമുക്ക് ഒന്ന് തന്നെയാണ്. ദേവി എന്ന് പറയുന്നത് അർദ്ധനാരീശ്വര സങ്കല്പം വെച്ചിട്ട് ദേവിയും ദേവനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ദേവതാ സങ്കല്പം എന്നാണ് സാധാരണ പറയേണ്ടത്. അങ്ങനെ കുറച്ചും കൂടി കട്ടിയായിട്ട് പറയേണ്ട വെച്ചിട്ടാ. ദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ ദേവിയായി ദേവനുമായി എല്ലാ സങ്കല്പങ്ങളും അതിനകത്ത് പെട്ടു. നിങ്ങൾക്ക് എന്ത് രൂപത്തിൽ കാണാൻ പറ്റുന്നു എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ചെറിയ ലെവലിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുത്തപ്പനെയാണ് കാണുക. കുറച്ചും കൂടി ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് മുത്തപ്പനല്ല, അതിനേക്കാളും ശിവന്റെ ഒരു വേഷം കൂടി ഉണ്ട്. അതേതാ? ഏതാ? തിരുവപ്പനാണെന്ന് മനസ്സിലാവും. അപ്പൊ മുത്തപ്പൻ മൂത്താലേ തിരുവപ്പനാവുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ തിരുവപ്പൻ കഴിക്കാൻ പറ്റുമോ? 10 കൊല്ലം കഴിച്ചിട്ട് നിങ്ങളൊരു പ്രതിഷ്ഠ നടത്തിയാൽ തിരുവപ്പൻ വരാം. ഇതിനൊക്കെ നിയമമുണ്ട്. ആഗമശാസ്ത്രപ്രകാരം 10 വർഷം നിങ്ങൾ തുടർച്ചയായി നടത്തി അതിനായിട്ടൊരു സ്ഥാനം കണ്ടെത്തി അതൊരു കോട്ടമാക്കി മാറ്റി അവിടെ 10 കൊല്ലം നടത്തിയാൽ നിങ്ങൾക്ക് തിരുവപ്പനെ നിങ്ങളുടെ വീട്ടിലും കളിപ്പിക്കും. അപ്പോൾ ഓരോ ലെവലിലും ഓരോ തരത്തിലാണ് അതിനെ നോക്കിക്കാണ്ടതെന്ന് അർത്ഥം. ഇത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മളെ കണ്ണൂരുകാരുടെ ഭാഷയെ പറഞ്ഞതാണ്, അയാൾക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട്. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. വിഷ്ണുവിന്റെ അവതാരങ്ങളാണ് മുത്തപ്പൻ. തിരുവപ്പൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ അവതാരം. ഇത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ വിഷ്ണുവിനെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വിളിച്ചു വരുത്താം, പക്ഷെ ശിവനെ വിളിച്ചു വരുത്തണം കുറച്ചും കൂടി സീനിയർ ആവണം. അതാണ് സങ്കല്പം. നിറങ്ങളും തമ്മില് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ അതായത് റൂട്ട് ചക്ര ആണെങ്കിൽ റെഡ് കളറ്, ത്രോട്ട് ചക്ര ആണെങ്കിൽ
ഒരു ബ്ലൂ കളറ്, ചക്ര ഗ്രീൻ. അപ്പം ചക്രാസിനെ പറ്റി ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂമൻ ബോഡിയും ഈ 7 കളേഴ്സ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഓരോ ചക്രങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോ ഗ്രഹങ്ങൾ പറയും. ആ ഗ്രഹങ്ങൾക്ക് ഓരോ നിറങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളുടെ നിറാണ് ആസ്ട്രോളജിയിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ബന്ധപ്പെട്ട, അതുകൊണ്ടാണ് ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവിടെ നിർത്തിയത്. അപ്പൊ ഇതിനൊക്കെ ഓരോ ചക്രങ്ങൾക്കും ഓരോ നിറങ്ങളും, അതിന് ഓരോ രൂപങ്ങളും, ഓരോ തരത്തിലുള്ള ജോമെട്രിയും, അതിനുള്ള കുറെ വ്യത്യസ്തമായിട്ടുള്ള മന്ത്രങ്ങളും യന്ത്രങ്ങളും ഒക്കെ ഡിഫറെന്റ് ആണ്. ജോമെട്രി ഡിഫറെന്റ് ആണ്. അപ്പൊ നിറവും ഡിഫറെന്റ് ആണ്. പക്ഷേ ഇത് അഥർവവേദമായിട്ട് അങ്ങനെ എന്തെങ്കിലും തന്ത്രം എന്ന് പറയുന്നത് അഥർവവേദത്തിന്റെ തുടക്കമാണ്. പക്ഷെ അഥർവവേദത്തിലൊന്നും ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ അഥർവവേദത്തില് ഇത്തരം കുറെ, ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ വശീകരിക്കുക എന്ന് പറയുന്നതോ, ഇന്ന് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന മെത്തഡോളജിയിലായാലും ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ആജ്ഞാചക്രത്തിലായിരിക്കും. പണ്ട് ഒരു ആനയെ പോലും നിർത്തുന്നത് ഗജായുർവേദത്തിൽ എവിടെ നോക്കണം, എവിടെ കുത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് തന്നെയാണ് ഇന്ന് ഹിപ്നോട്ടിസത്തിൽ നമ്മൾ ഒരാളെ വശീകരിക്കാനോ ഒക്കെ ഉള്ളതൊക്കെ ഇത് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ്. അപ്പൊ അഥർവവേദത്തിൽ ഇതിന്റെ പല വ്യത്യസ്തമായ രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വാക്കുകൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അത്രേ ഉള്ളൂ. ഒരു സംശയം ചോദിച്ചോട്ടെ? സ്വരയോഗം എന്ന് പറയുന്നത് ഈ ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതെ, എല്ലാ യോഗശാസ്ത്രങ്ങളുമായിട്ട് നമുക്ക് ചക്രങ്ങളും, കാരണം എനർജി ബേസ്ഡ് ആണല്ലോ യോഗങ്ങളൊക്കെ. ഇപ്പൊ ഇത് പറഞ്ഞ അവസാനം കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, നമ്മളിപ്പം കാശ്മീരി ശൈവിസത്തില് വ്യത്യസ്തമായ സൗണ്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്. അതിൽ ഓരോ ശബ്ദങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ അത് ആ ലെവലിലേക്ക് പോകും. ഈ ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് ലെഫ്റ്റ് നോസ്ട്രിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ചിന്ത അല്ലെങ്കിൽ പഠനം, വലതുവശം വർക്ക് ചെയ്യുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ 2 നോസ്ട്രിലും വർക്ക് ചെയ്യുന്ന, അത് വളരെ റെയർ ആയിട്ട് വരുന്ന ആ സമയത്താണ് ഒരാൾക്ക് ഈ പറയുന്ന സമാധി മെഡിറ്റേഷൻ ഒക്കെ പോസിബിൾ ആയിട്ടുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശാസ്ത്രീയമാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കലി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു ഭാഗവും മറ്റേ ഭാഗവും എന്ന് പറയുന്ന 2 ബ്രെയിനോ ഒന്നുമില്ല. ഇത് പാരലലി ഉള്ളതാണ്. ഇപ്പം ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വിഭാഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ മുന്നിലെ ഭാഗമാണോ പിന്നിലെ ഭാഗമാണോ എന്നുള്ള വ്യത്യാസമല്ലേ. ഇടത്തും വലത്തും എന്ന് പറയുന്നത്, ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ പിന്നോട്ട് നോക്കുമ്പോൾ വലത്തല്ലേ അത്? ആണോ അല്ലയോ? എൻ്റെ വലത്തും ഇടത്തും എന്ന് പറയുന്നതൊക്കെ റിലേറ്റീവ് അല്ലേ? അതുപോലെ എൻ്റെ ബുദ്ധിയിൽ ബയോളജിക്കലി ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിയൊന്നുമില്ല. അത് ഏതോ ഒരു തിയറട്ടിക്കലായിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി അതാണ് ശരി എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടെപ്പോഴോ, ഒരു ഭാഗം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്കും ക്രിയേറ്റിവിറ്റി ഇല്ല, ഡാറ്റ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. ഒരു തലയുടെ പകുതി ഭാഗം പോലും കട്ട് ചെയ്ത് പോയാലും ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ റീകണക്ട് ചെയ്യാൻ പവർ ഉള്ളതാണ്. അതിന് ലെഫ്റ്റും റൈറ്റും ഒന്നുമില്ല. നമുക്കല്ലേ ഉള്ളൂ ഈ ലെഫ്റ്റും റൈറ്റും. അപ്പൊ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഭാഗങ്ങളായിട്ട്, ഒന്ന് ചന്ദ്രനും സൂര്യനും എന്ന് പറയുമ്പോൾ, ഈ ചന്ദ്രനും സൂര്യനും ഇടത്തോ വലത്തോ എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ, ഞാൻ എൻ്റെ ഇടത്താണ് വലത്താണെന്ന് പറഞ്ഞാൽ പിന്നൊന്ന് നോക്കുന്ന സമയത്ത് ഇടത്താണോ വലത്താണോ? നേരെ ഓപ്പോസിറ്റ് ആവില്ല അത്. ഇപ്പൊ എനർജിയെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടും ബാക്കും ഒന്നും ഇല്ലല്ലോ, ഒന്ന് തന്നെയല്ലേ. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത ചില മണ്ടന്മാര് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഉണ്ട്, ഒന്ന് ക്രിയേറ്റീവ് ആണ് മറ്റേത് ഡാറ്റ ആണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. എന്തും പോപ്പുലർ ആക്കാൻ കുറച്ചു പേരുണ്ടായാൽ പോരെ. അങ്ങനെ നടക്കുന്ന കുറെ NLP-കാരൊക്കെ ഉണ്ട്. ജീവിച്ചു പോയിക്കോട്ടെ, ഇത്രയൊക്കെ പറയാൻ പറ്റും. അപ്പൊ അതില് ശാസ്ത്രീയത ഇല്ല. മെഡിക്കൽ സയൻസും അങ്ങനെ പറയുന്നില്ല, മെഡിക്കൽ സയൻസിലും പറയുന്നില്ല. നമ്മുടെ ഭാരതീയ ശാസ്ത്രം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മെഡിക്കൽ സയൻസും കുറച്ച് ഡീപ്പറായിട്ട് മനസ്സിലാക്കേണ്ടി വരും.
ഈ വിജ്ഞാന ഭൈരവ തന്ത്ര ഈ കാശ്മീരി ശൈവസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പറയുന്ന ഈ 112 മെത്തേഡ്സ് എന്ന് പറയുന്നത് അത് ഓഷോ ഈസ് എക്സ്പ്ലെയിനിങ് ഇറ്റ് ഇസ് ദ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറയുന്നതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ആ മെത്തേഡ്സ് ഇപ്പോൾ ഒരു അത് ഇപ്പോൾ ഈ പ്രാണൻ അല്ലെ ബ്രീത്ത് ഒക്കെ ഉപയോഗിച്ച് അത് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാക്കുന്നതാണോ അതോ അത് ആസ് എ ബിഗിനർ അത് ചെയ്ത് തുടരാൻ പറ്റുന്ന കാര്യങ്ങളാണ്? നമ്മള് പലപ്പോഴും തന്ത്രശാസ്ത്രവും അല്ലെങ്കിൽ കാശ്മീരി ശൈവസവും ഏത് തരത്തിലുള്ള എനർജിയെ കുറിച്ചും കളിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനെയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ബേസിക് പവർ എനിക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനുഷ്ഠാനം നല്ലപോലെ നന്നാവണം. ഞാൻ പണ്ടൊരു എക്സാമ്പിളായിട്ട് പറയാറുണ്ട്, സാധാരണ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറെ മോൾന്ന് ഒഴിച്ചാൽ ചിലപ്പോൾ താഴെ വീണു. ആ പാത്രം നല്ല കൽപ്പുള്ള നല്ല കഴിവുള്ള ഒരു ഓട്ടുപാത്രമോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ ഒക്കെയാണ് താഴത്ത് വെച്ചിട്ട് ഒഴിച്ചാൽ എത്ര മോളിന്ന് ഒഴിച്ചാലും വെള്ളം ആ ഗ്ലാസ് താഴെ വീണ് പോവില്ല. അപ്പൊ ചിലർക്ക് ഹോൾഡിങ് പവർ കുറവായിരിക്കും. അപ്പൊ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ഏത് പഠിക്കാം നമുക്ക്. ആ സ്ട്രോങ് ആക്കാനുള്ള കുറെ അത്യാവശ്യമായിട്ടുള്ള ബലം നമുക്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ കാലിനും കൈക്കൊന്നും ബലമില്ലാത്ത ഒരാൾ ജിമ്മിൽ പോകുന്ന പോലെ ഇരിക്കും. മനസ്സിലായോ? ഇപ്പൊ താൽക്കാലികമായിട്ട് ഇതൊക്കെ പൊക്കാനുള്ളൊരു ആരോഗ്യമെങ്കിലും ഉണ്ടാവണ്ടേ. അങ്ങനെയുള്ള ഒരാൾ ഇത് പൊക്കണം എന്നൊന്നുമില്ല, അവനവന് ചെയ്യാനുള്ള പണി ചെയ്താൽ പോരെ അല്ലേ? അതുകൊണ്ട് അത് പഠിച്ചാലേ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയൊന്നും വേണ്ട. ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സമയത്ത് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. അത് ഈ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഈ എയർ കണ്ടീഷൻ നല്ലതാന്നൊക്കെ കറക്റ്റ്. പക്ഷെ എയർ കണ്ടീഷൻ വെക്കുന്നതിന് മുമ്പ് എല്ലാ ഡോറും ക്ലോസ് ചെയ്തിട്ട് എയർ കണ്ടീഷൻ വെക്കാവൂ എന്നുള്ളൊരു ബേസിക് പഠിക്കാണ്ട് എയർ കണ്ടീഷൻ പഠിച്ചാൽ എന്ത് ചെയ്യും? കൂളിംഗ് എഫക്റ്റ് വരുകയില്ല. നിങ്ങൾ വെറുതെ കുറെ എനർജി കളയും. അപ്പൊ അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. സ്റ്റാർ എന്നിട്ട് താഴത്ത് കണ്ടീഷൻസ് അപ്ലൈ ഉണ്ട്. ഈ ഓഷോന്റെ ബുക്കുകൾക്കൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വായിച്ചാലേ പടവുകൾ ആദ്യം തന്നെ 10ാമത്തെ ഫ്ലോറിൽ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനൊരു കുഴപ്പമുണ്ട്. അദ്ദേഹം അത് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ടാ പറയാ. ചിലപ്പോൾ ഈ ടേക്സ് ഫോർ ഗ്രാൻഡഡ് എവരിബഡി നോസ്. പോരെ? ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ശേഷിച്ചൊന്നുമില്ലല്ലോ. താങ്ക് യു. നമസ്തേ. Thank you.